ഇടുക്കിയിലെ വെളിച്ചമില്ലാത്ത വിളക്കുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തൊടുപുഴ പൊൻകുന്നം സംസ്ഥാന പാതയിൽ കോടികൾ മുടക്കി സ്ഥാപിച്ച സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. 100-ലേറെ ലൈറ്റുകൾ വാഹനമിടിച്ച് തകർന്നു. സാങ്കേതിക തകരാറുകൊണ്ടും ബാറ്ററികൾ മോഷണം പോയതുകൊണ്ടും പ്രവർത്തിക്കാത്തത് അതിലേറെയാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് വഴിവിളക്കുകൾ വെളിച്ചം നൽകാത്തതിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വഴിയിലൂടെയാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ നൈറ്റ് ഡ്രൈവ്. തൊടുപുഴയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നൊരു നൈറ്റ് ഡ്രൈവ് പോയാലെന്ന് ആലോചിക്കുകയാണ്. സാധാരണ നമ്മൾ പകൽ സമയങ്ങളിലുള്ള യാത്രയാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ തൊടുപുഴ പൊൻകുന്നം റോട്ടിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. 2017-18 കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ്. പകൽ സമയത്ത് അതിലെ പോകാൻ അതിമനോഹരമാണ്. രാത്രിയിൽ പോയാൽ ഇപ്പം എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കി വരാം. ഒരു സോളാർ വഴിവിളക്ക് സ്ഥാപിച്ചതിൻ്റെ ചെലവ് 1 ലക്ഷം രൂപയിലധികമാണ്. നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയം കൃത്യമായി പറഞ്ഞാൽ വൈകിട്ട് 7:35. പക്ഷേ ഒരു വഴിവിളക്കുകൾ പോലും തെളിഞ്ഞിട്ടില്ല. 30 മീറ്റർ അകലത്തിൽ തൊടുപുഴ മുതൽ പൊൻകുന്നം വരെയുള്ള റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ പലതിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ വഴിയെ നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വഴിവിളക്കില്ലാത്തതിൻ്റെ പേരിൽ ഇത് ഒരുപാട് നാളുകളായി ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് അപകടങ്ങൾ ഇടയ്ക്കുമ്പോഴേക്കും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വലിയ അപകടം നമുക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മറ്റുള്ള ആൾക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2017-18 കാലഘട്ടത്തിലാണ് KSTP ലോക നിലവാരത്തിൽ തൊടുപുഴ പൊൻകുന്നം റോഡ് പൂർത്തീകരിച്ചത്. ഒപ്പം രാത്രിയിൽ നിരത്തുകളിൽ വെളിച്ചമേകാൻ 1100 സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് 10 കോടി രൂപയാണ്. ആദ്യ നാളുകളിൽ KSTPയുടെ മേൽനോട്ടത്തിൽ നല്ല രീതിയിൽ വിളക്കുകൾ പ്രവർത്തിച്ചു. 2020-ൽ പൊതുമരാമത്ത് വകുപ്പിന് റോഡ് കൈമാറിയതോടെയാണ് വഴിവിളക്കുകൾ ഏറെക്കുറെ പൂർണ്ണമായുമെന്ന് പറയുന്ന വിധത്തിൽ മിഴിയടഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഈ വഴി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളൊരു ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ഈ സംസ്ഥാന പാതയിൽ നിൽക്കുമ്പോൾ അവസ്ഥ എങ്ങനെയാണെന്ന്. ചേട്ടാ, കൂരിട്ടാണല്ലോ ഇങ്ങനെ കുറേ നേരമായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എപ്പം നോക്കിയാലും ഈ സോളാർ ലൈറ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ സോളാർ ലൈറ്റിന് ഫിറ്റ് ചെയ്തിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി സഹിതം ആൾക്കാർ അടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ അറിവിൽ തൊടുപുഴ മുതൽ പാലാ വരെ ഈ ലൈറ്റുകളില്ല. വാഹനമിടിച്ച് തകരുന്ന ലൈറ്റുകൾക്ക് ഉടമകളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കും. പക്ഷേ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാറില്ല. പള്ളിയുടെ ഇത് ഉള്ളതിൻ്റെ പേര് മാത്രമാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കുറച്ച് വെട്ടമൊക്കെ കാണും. പിന്നെ പെട്രോൾ പമ്പ് ഇതൊക്കെ ഉള്ളതിൻ്റെ പേരേ ഉള്ളൂ. ഇവിടെ വെട്ടമെന്ന് പറഞ്ഞ സാധനം ഇല്ല. പള്ളിയിൽ ആരെങ്കിലും വന്ന് ലൈറ്റ് ഇട്ടാൽ തെളിയും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വഴിവിളക്കിന്റെ ഓരോ തൂണുകളിലും 50,000 രൂപ വില വരുന്ന 2 ബാറ്ററിയാണ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ അവയിൽ പലതും ഇന്ന് മോഷണം പോയിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിയും ഇതുതന്നെയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബാറ്ററി മോഷ്ടാക്കളെ പലപ്പോഴായിട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തുടർ നടപടികൾ എങ്ങും എത്താതെ പോവുകയാണ്. അതിന് പ്രധാന കാരണം പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ കൃത്യമായ ഒരു പരാതി പോലീസിന് കൊടുത്തിട്ടില്ല എന്നതാണ്. വളവുകൾ ഏറെയുള്ള ഈ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് 1100 സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ അതിൽ ഒരെണ്ണം പോലും ഇപ്പോൾ തെളിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുപോലുള്ള ചെറിയ കടകളുടെ സമീപത്തൊക്കെ എത്തുമ്പോൾ മാത്രമാണ് ഒരല്പം വെളിച്ചം കാണാൻ കഴിയുന്നത്. അടിയന്തരമായി അധികൃതർ ഇടപെടേണ്ടതാണ്. ഈ വഴി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അത് ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്ന വഴി കൂടിയാണ്. അതുകൊണ്ട് ഈ വഴിയിൽ തീർച്ചയായും വെളിച്ചം എത്തിക്കുക എന്നുള്ളത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അതുടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.